പുതിയ എപ്പിസോഡിൽ നമ്മൾ പുതിയ 2 റൗണ്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് പരിചയപ്പെടാം. അതിനു മുന്നേ എന്റെ കുട്ടികളെ ഞാൻ വിളിച്ചിട്ട് വരാം. ഗൈസ്, ഓക്കെ, സൂപ്പർ ഓർക്കസ്ട്ര. ഇനി നമ്മളുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ശരത് സാർ. ഞാൻ വിചാരിച്ചെന്താ തുപ്പാൻ പോവാ. ഷാനിക്ക. ഓക്കെ, ഹരിച്ചേട്ടാ. അപ്പൊ നമുക്ക് ഇത്തവണ പുതിയ 2 റൗണ്ട്സ് ആണ്, അല്ല സോറി 4 ആയല്ലോ, പുതിയ 2 റൗണ്ട്സ് ആണ് വരുന്നത്. ഓക്കെ, റൗണ്ട്സ് ഏതൊക്കെ? ഇപ്പൊ കഴിഞ്ഞാണ് നമ്മള് സെലിബ്രേഷൻ മൂഡൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത്തവണ കുറച്ചൊരു ഡിവോഷണൽ വൈബിലേക്ക് ഒരു ഫിലിമി ഡിവോഷണൽ റൗണ്ട് വരുന്നുണ്ട്. ഫിലിംസിലെ ഡിവോഷണൽ സോങ്സ് ആയിരിക്കും കുട്ടികൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അടുത്തത് ട്രിബ്യൂട്ട് ടു ഗിരീഷ് പുത്തഞ്ചേരി. അപ്പൊ കുറെ നല്ല പാട്ടുകൾ കേൾക്കാം. അപ്പൊ എന്തായാലും തുടങ്ങാം. നമുക്ക് തുടങ്ങട്ടെ. ഞാൻ തീർച്ചയായിട്ടും. അയ്യോ പാറു, ഒരു മിനിറ്റ്. ഒരു വളരെ മനോഹരമായതും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ക്ഷമിക്കണം. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഞാനാണ് ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് വെരി റിച്ച്, നിന്റെ ആവശ്യം പറയാൻ പോകുന്ന കാര്യം. കാര്യം ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ വന്ന് പാടുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത്, നമുക്ക് ഇവിടെ ഒരു ഐ ലവ് യു അത് ആ പിള്ളേർക്ക് എന്തിനാ? അവർക്ക് വല്ല ചോക്ലേറ്റ് മേടിക്കാനോ വല്ല ബിസ്ക്കറ്റ് മേടിക്കാനോ ഒക്കെ എന്തെങ്കിലും ചില്ലറ വേണ്ടേ? അംബാനി മോഡിലാ ഞങ്ങളിപ്പോ. അത് ഞങ്ങൾ നന്നായിട്ട് പാടിക്കാൻ നമ്മളത് ഇവിടുന്ന് എടുത്തെടുത്ത് കൊടുക്കും. 20 നോട്ടാണെന്നേ ഉള്ളൂ. കൊറേ തരേണ്ടി വരും. കടം കൊടുക്കല്ല. അതെ, ഇപ്പോഴേ ഏൺ ചെയ്ത് തുടങ്ങാന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ എത്തുന്നു നമ്മളുടെ ബദ്രി. സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ എന്നെ പുണരുന്ന പൂനിലാവേ പുണ്യറസൂലിൻ തിരുവൊളിയേ അല്ലാഹുവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ.
അകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന. അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം. സാഫല്യം നേടി തേടിയോരെല്ലാം. സാഫല്യം നേടി തേടിയോരെല്ലാം. ആയിരം കാതമകലയാ. ബദ്രി, ഓ ഫ്ലോർ മൊത്തത്തിലൊരു ഡിവോഷണൽ മൂഡാക്കി അല്ലേ? യെസ്. യെസ്. ചോദിക്കാം നമുക്ക്. ഓ ചോദിക്കാം. ശരത് സർ. മോനെ സലാം അലൈക്കും. വലൈക്കും അസ്സലാം. മക്കളെ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. എന്തൊരു ഉഗ്രം പാട്ടാണിത്. ആഹാ, ഇത് ആരാണ് എൻ്റെ സംഗീത സംവിധായകൻ? MK അർജുന മാസ്റ്റർ. എഴുതിയതോ? ഖാൻ സാഹിബ്. ആഹാ, ഇത് രസമാണ്. അത് പ്രത്യേകിച്ച് ആ പുണ്യ റസൂലിൻ. അയ്യോ, അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ രോമാഞ്ചം വരും മക്കളെ. അത് ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. കാര്യം ഞാൻ ഷാൻ്റെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് ഈ മെക്കായിൽ നീ പുറവശം കണ്ടായിരുന്നു സ്ക്രീനിൽ. ഓ, കണ്ടായിരുന്നു. അപ്പോൾ മെക്കായിൽ ഓതിയത് അതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു, CD. നമുക്ക് മനസ്സിലാവത്തില്ല എന്താണെന്ന്. അത് ഖുറാനിൽ എന്നുള്ളതാണ് ഓതി കേൾക്കുന്നത്. പക്ഷെ അത് തരുന്ന ഒരു വൈബ്, ഒരു ഭക്തി അസാധ്യം. ഞാൻ ഷാൻ്റെ അടുത്ത് പറയായിരുന്നു. ഇപ്പം നവാസ് എന്ന് പറഞ്ഞ അവിടെ ചെന്നൈയിൽ എനിക്ക് ഞാൻ തമ്പി എന്ന് വിളിക്കുന്ന ആ നവാസ്, അവനാണിത് CD എനിക്ക് തന്നത്. അസാധ്യ വൈബ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. അതാണ് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് നമ്മളൊക്കെ കൂടാണ് ദൈവത്തിനെ ഇങ്ങനെ പിരിച്ച് പല രൂപങ്ങളിലാക്കി വെച്ചേക്കുന്നത്. ഒരു ശക്തിയേ ഉള്ളൂ. അപ്പം അത് തരുന്ന വൈബ് വലുതാണ്. എന്തെങ്കിലും താങ്ക് യു മക്കളെ. മോനെ, എനിക്കുള്ളത് ഇപ്പം 1000 കാതം അകലെയാണെങ്കിലും ആ എങ്കിലുമില്ല ഒരു സംഗതിയില്ലേ. 1000 കാതമകലയാണെങ്കിലും നീ താരാരി പിന്നെ അതുമില്ലേ എൻ്റെ മക്കളെ. ഈ താനീ അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നടാ പാടുമ്പോഴേ. ദാരി മനസ്സിൽ നിൽപ്പൂ. ആ മക്ക വരുമ്പോൾ അങ്ങ് നമ്മുടെ നെഞ്ചി തറയ്ക്കണം. അത് ചുമ്മാ അങ്ങ് പാടി വിട്ട് കളയരുത്. അതല്ല മോനെ, ലോ പാടുമ്പോൾ ലെവല് വളരെ കുറവായിരുന്നടാ. അത് എന്തുകൊണ്ടാണ്? ശക്തി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, ബേസ് ഇല്ലല്ലേ? അത് കുഴപ്പമില്ല മോനെ. നീ ചിന്ന കുളന്ത. അപ്പോൾ എത്രയൊക്കെ ബേസ് മതി. എന്നാലും കുറച്ചുകൂടെ ലെവലാകാൻ പറ്റും മോനെ. കുറച്ച് മൈക്ക് അടുത്ത് പിടിച്ച് പാടാം ആ സമയത്ത്, കേട്ടോ. അതേ ഉള്ളൂ. നമുക്കില്ല റേഞ്ച് കേൾക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ മൈക്ക് കൂടുതൽ ആ മൈക്കിൻ്റെ ഒരു സഹായം നമ്മൾ തേടുക, കേട്ടോ. പിന്നെ ഈ മക്ക പാടിയില്ലേ, അതിൽ ആ ഗാന്ധാരം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, കേട്ടോ. ചെറുതായിപ്പോയി ആദ്യം പാടി. ഇപ്പം എന്തു പറ്റി? മായാതെ മക്ക നാവരുത്, അതാ പറഞ്ഞത്, കേട്ടോ. പിന്നെ മക്കളെ, ഈ അനുപല്ലവയൊക്കെ എല്ലാം ഒരു കണക്ഷൻ അല്ലേ? അങ്ങനാണോ? തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ. ഞാൻ പറഞ്ഞ അനുപല്ലവയെ കുറിച്ചാ. അപ്പം അങ്ങനെ എനിക്ക് അതങ്ങനെ കേട്ടതായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ടത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതപ്പോൾ അതങ്ങനെ ഒരു വല്ലാത്തൊരു PVC ലെവലിൽ ഉണ്ടാവും അത് കേൾക്കുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് താഴെ ഉള്ളത് കരളിലെ കറകൾ, അതൊന്ന് പാടാമോ? കരളിലെ കറകൾ കഴുകിടുന്നു. കുറച്ചും കൂടെ വൃത്തിയായിട്ട് കഴുകുക. സർഫൊക്കെ ഇട്ടോ, കേട്ടോ. പിന്നെ മോനെ, പിന്നെ 1000 കാതം അവിടെയുള്ള ആ സംഗതി അത്രയ്ക്ക് ഒരു സുഖപ്പെട്ടില്ല. മൊത്തത്തിൽ ഒരു ഉഗ്രം പാട്ട്. മക്കൾ നന്നായിട്ട് തന്നെ പാടി, കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ബദ്രി, ഓ സർ, നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഭയങ്കര പ്യൂരിറ്റി ഉള്ള ഒരു പാട്ട്. ശരിക്കും നമ്മളെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട്. ഒരു ഉഗ്രം കമ്പോസിഷൻ, ഒന്നും പറയാനില്ല. ബദ്രി നന്നായിട്ട് തന്നെ പാടി. ഞാനും ആകെ ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. എനിക്കത് 1000 കാതം അകലെയാണെങ്കിലും ആ പ്ലാനും ഫസ്റ്റ് ആ പ്ലാൻ ഡ്രോപ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് വ്യക്തമായില്ല എന്താണ് പാടിയെന്നുള്ളത്. അതൊന്ന് പാടിയിടാവുന്ന ശരിക്കും പ്രോപ്പറായിട്ട്. ഫസ്റ്റ് അല്ല, ആദ്യത്തേത്. ആദ്യം 1000 കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. അത്ര റഷ് വേണ്ടെന്ന് തോന്നുന്നു. മക്ക
ആ പ്ലാൻ എനിക്കൊന്നും അത്ര റഷ് വേണ്ട, ഭയങ്കര സിമ്പിളായിട്ട് അങ്ങനെ ഒഴുകി വരണം. ഇതിലുള്ള എല്ലാം അങ്ങനെയാണല്ലോ, കുറച്ചൊരു റഷ് പ്ലാൻസിൽ ഫീൽ ചെയ്തോ എന്നുള്ളത് മാത്രം. അതർവൈസ് ഇറ്റ് വാസ് റിയലി നൈസ് കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ എന്താ പറയാ, ഒരു ഗംഭീര സോങ് അർജുന മാസ്റ്ററിന്റെ, അതും ദാസാർ കൂടി പാടുമ്പം യോ ഉള്ള ഒരു ഡിവൈനിറ്റി, അതൊരു ഭയങ്കര നിവർത്തിയില്ല. ആ ഒരു ഡിവിനിറ്റി മോനും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. നൈസ് പെർഫോമൻസ് ബദ്രി, എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ്. വെറൈറ്റി ഇപ്പൊ തരാം. ഞങ്ങൾ തരാം, നമ്മൾ റെഡിയാ. മാർക്ക് വെറൈറ്റി ആണോ? അതെ, മാർക്ക് വെറൈറ്റിയാ. നീ കുറച്ച് കഷ്ടപ്പെടും. നീയാണ് ഇന്ന് കഷ്ടപ്പെടാൻ പോകുന്നത്. Okay, ചോദിക്കാം. ശരത് സർ. പാറു, ആ നിന്റെ കാൽക്കുലേറ്റർ എടുത്തോളൂ. മക്കളെ ചക്കരെ 8.1. ഓക്കെ, കൈയടിച്ചു എല്ലാവരും. റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനത്തെ മാർക്കുകൾ വരുന്നത്. അതെ, കാര്യം അല്ല പാറു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഒരേ വൈബുള്ള ആളുകളാണ്. കാണുമ്പോ കുറച്ച് സുന്ദരൻ ഞാനാണെങ്കിലും പക്ഷേ അത് അല്ല ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിലും മാർക്കിങ്ങിലൊക്കെ ഒരേപോലെ വരത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്തെങ്കിലും വേണ്ടേ? ആരാണ് ഒരു വ്യത്യാസം ആഗ്രഹിക്കാത്തത്? അതെ അതെ. ഓക്കെ ഷാനിക. ബദ്രി ഓ സർ. 8.4. താങ്ക് യു സർ. ഓക്കെ 8.3. താങ്ക് യു സർ. ചേഞ്ച് വേണം, അത്ര ചേഞ്ച്. കൂട്ട് 24.8 അല്ലേ? ഇത് പറ്റില്ലാട്ടാ, നിങ്ങൾ 5 തന്നെ കൊടുക്കാതെ നല്ലത്. ഇല്ലല്ല, ഇനി ഇങ്ങനെയായിരിക്കും. ഓക്കെ, കൺഗ്രാറ്റ്സ്, സൂപ്പർ. ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് ഗിരീഷ് ചേട്ടന്റെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മെബിൻ. മെബിനാണ് കേട്ടോ പാടാൻ വരുന്നത്. അടിപൊളി. വരട്ടെ, മെബിനെ വലതുകാല് വെച്ച് വരൂ.
സോങ് സെലക്ഷൻ. താങ്ക് യു. ഭയങ്കര ഫീലാണ്. മേബും ഭയങ്കര എൻജോയ് ചെയ്താണ് ആ പാട്ട് പാടിയത്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിച്ചോക്കാം. ഹരിച്ചേട്ടാ, മെബിനെ എന്തോ? നന്നായിട്ട് പാടി മെബിൻ. താങ്ക് യു സർ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു സർ. ഞാൻ കുറെ പ്രാവശ്യം പാടിയിട്ടുള്ള പാട്ട് കൂടിയാണ്. ഇപ്പോഴല്ല, ലൈക്ക് പണ്ടൊക്കെ പാടുമായിരുന്നു. കുറെ സ്ഥലത്ത് ഇങ്ങനെ ആരെങ്കിലും പാടാൻ ചോദിക്കുമ്പോൾ ഇതായിരിക്കും സ്ഥിരം പാടുന്ന ഒരു സോങ്. ഇത് ഏത് വേർഷനാണ് മോൻ പഠിച്ചത്? യേശുദാസ് സാറിന്റെ. ദാസ് സാറിന്റെ ഫുൾ ആയിട്ടുള്ള ദാസ് സാറിന്റെ വേർഷനാണ്. അതെ അതെ. ആ ഇംപ്രവൈസേഷൻ ഒക്കെ അതിലുള്ളതല്ലേ? ഏത്? ഒരു രാത്രി അതങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? ഉണ്ട്. എനിക്കത് ഓർമ്മയെ വരുന്നില്ല. അതെ അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നു ദാസ് സാറിന്റെ ദാസ് സാറിന്റെ version. മാത്രമായിട്ടുള്ള ദാസ് സാറിന്റെ version version അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഹമ്മിങ് ആണ് എനിക്ക് കുറച്ച് ഇതിൽ പാടിയതിൽ കുറച്ച് ബെറ്റർ ആവായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമായിട്ട് മെബിൻ പാടി. പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയി ആ വരി അങ്ങ് തെറ്റിച്ചു. തിരുനാളം എന്നും കാത്തിടാം അല്ലേ? അത് ഫസ്റ്റത്തെ 2 പ്രാവശ്യം ഉണ്ടല്ലോ. ആ. അതിൽ ഫസ്റ്റ് പാടിയപ്പോ എനിക്ക് മനസ്സിലായി. ഓ, രണ്ടാമത് ഞാൻ അത് പാടിയാലോ വിചാരിച്ചു. തിരുനാളം എന്ന് കാത്തിടാം. എന്തായാലും തെറ്റി. എന്തായാലും അപ്പൊ പിന്നെ കയ്യിൽ നിന്ന് പോയി. അതെ, പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. ആ ഹമ്മിങ് ഒന്ന് പാടാവോ? ആ, അങ്ങനെ പാട്. അടുത്ത് ഗുഡ്. ആ, അവിടെ അത്രയും സസ്റ്റൈൻ ഇല്ല. ആ ആ ആ അങ്ങനെയല്ലേ? ഒന്ന് തൊട്ട് തലോടി. ആ, അടുത്തത്. ആ അതാണ് പ്ലാൻ. എനിക്കും പാടാണത് പാടിക്കഴിയാൻ. ഷാനിക്ക അടക്ക പ്ലാനിന്റെ ഫീൽ കിട്ടുന്നത് ഇങ്ങനെ താഴെ വരെ പോകുന്നു. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. കേട്ടോ, അത് കിട്ടാനും പാടാ. ദാസാർ പാടുമ്പോ അത് ഒരു രസമാണ് മൊത്തത്തിൽ കേട്ടോണ്ടിരിക്കാനേ, തുടക്കം തൊട്ട്. അപ്പൊ എനിക്ക് മോനെ ഈ ഹമ്മിങ് ആണ് ഇതിലെ മെയിൻ. അതൊരു ഫീൽ കിട്ടിയില്ല. ആ പാട്ടിന്റെ ഒരു ഇൻട്രോ അല്ലേ, മൊത്തത്തിൽ ഹമ്മിങ് വർക്കായില്ല എനിക്ക്. നിഴൽ വീഴുമെന്റെ അതൊന്ന് പാടാം. നിഴൽ വീഴുമെന്റെ ആ, ഇത് പാടിയില്ല നേരത്തെ ടേക്കിൽ. അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ മോൻ മിസ് ചെയ്തു നേരത്തെ പാടിയ സമയത്ത്. ഇപ്പം നിഴൽ വീഴുമെന്റെ ഇടനാഴിയിൽ ആ ഒരു സംഗതി ഭയങ്കര ഇമ്പോർട്ടന്റ്. ബ്യൂട്ടിഫുൾ, ഭയങ്കര രസം. അത് രസമായി പാട്ട്. വളരെ സിമ്പിൾ ആണ്. പക്ഷേ എന്ത് തരുന്നൊരു ഇമ്പാക്ട് ഭയങ്കരമാണ്. ടു മച്ച്. പിന്നെ നെറുകിൽ തലോടി മാഞ്ഞു ഒന്ന് പാടാവോ? പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ അവിടെ ഒരു പോസ് ഇടാം. മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ. നൈസ്. ഇപ്പൊ ടച്ച് ചെയ്തു. ഇപ്പൊ ഒരു ഫീലാണ് ഈ പാട്ടിന്റെ ഒരു മെയിൻ സംഭവം. അപ്പം നെറുകിൽ ഇത് അപ്പ് ആൻഡ് ഡൗൺസ് ആണ് ഇതിൽ വേണ്ടത്. മോൻ രസമായിട്ട് തന്നെ പാടുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പാട് ഹരിച്ചേട്ടാ. എന്റെ ഇന്ന ശബ്ദം അത്ര പോരാ, കുറച്ച് ദിവസമായിട്ട് കുറച്ച് പണി, അതുകൊണ്ടാണ്. അപ്പൊ മോനെ ബാക്കിയൊക്കെ രസമായിട്ട് പാടി കേട്ടോ. അതുപോലെ തന്നെ തിരുനാളമെന്നും കാത്തിടാം, അതും ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നില്ലായിരുന്നു ആ സമയത്തുള്ള. എന്നാലും ഓവറോൾ മോന്റെ പ്രായത്തിനനുസരിച്ച് നല്ല രസമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മേബി. താങ്ക് യു സർ. ഹരിച്ചേട്ടാ പാടോ? ആ, പാടാം. എന്തൊരു ശല്യാണ് ഇവള്. ഞാൻ ചോദിച്ചു വാങ്ങും. എന്തൊരു ശല്യം. എടാ ഹരി, ഈ പാടത്ത് കേൾക്കാൻ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാൻ. എന്റെ പേടി. ആ, ഈ പോടെ അടുത്ത്. ഞാൻ ഇവ പാടിയപ്പോഴും ഹരിച്ചേട്ടനെ കൊണ്ട് എന്തായാലും പഠിക്കും.
നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുൻപിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ വിരിയാനൊരുങ്ങി നിൽക്കയോ പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പൊളി, പൊളി, പൊളി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ശരത് sir, ആസാദ്യം എടുക്കാൻ കൊടുക്ക. ഈ പൈസ അല്ലേ അവര് കൊടുക്കേണ്ടി വരും. എടുക്കാൻ കൊണ്ടുവെക്കോന്ന്. ഹരിച്ചേട്ടാ സൂപ്പർ, താങ്ക് എനിക്ക് യു. വയ്യ, എനിക്ക് എന്റെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുക. അതുകൊണ്ട് നന്നായി. അതെ, ഹരി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇന്ന് മലയാളത്തിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിംഗേഴ്സ് ആണ്. ചേട്ടാ താങ്ക് യു. കാരണം നമ്മളിപ്പോൾ എൻ്റെ ഈ ഷോ വരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും സിംഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വിനീതിനോട് ഞാൻ പറഞ്ഞത് ഇന്ന പാട്ട് ഹരി എന്ന് പറയുമ്പോൾ തന്നെ വിനീത് അവൻ അടിപൊളിയാണ്, അവൻ അടിപൊളിയാണ്, ഇതാണ് പറച്ചില്, അവൻ അടിപൊളിയാണ്, എന്ത് രസത്തിലാണ് അവൻ പാടുന്നതും. വിശ്വ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിംഗേഴ്സ് ദാറ്റ് വി ഹാവ് ടുഡേ, താങ്ക് യു സോ മച്ച്. നോ ഡൗട്ട്. ഓക്കെ ഷാനിക്ക, മെബൂട്ടാ നീ എന്നെ അങ്ങ് കൊണ്ടുപോയി, അടിപൊളിയായിരുന്നടാ. താങ്ക് യു സർ. മെബിന് എന്തോ ഈ അവസാനം വരി തെറ്റിച്ച ആ ഭാഗം ഉണ്ടല്ലോടാ, നീ അതെനിക്കൊന്ന് പാടിത്തരോ? എന്തൊരു ഫീൽ ആയിരുന്നടാ, എനിക്കത് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിട്ടാ. നിഴൽ വീഴുമെൻ്റെ ഇടനാഴിയിൽ കനിവോടെ പൂത്ത മണിദീപമേ ഒരു കുഞ്ഞു കാറ്റിലണയാതെ വന്നു തിരിനാളമെന്നും കാത്തിടാം തിരിനാളമെന്നും കാത്തിടാം. ആ തിരുനാളം എന്നും കാത്തിടാൻ കഴിഞ്ഞ ആദ്യത്തത് കഴിഞ്ഞിട്ട് ഒന്ന് പോസ് ചെയ്തോ? ഇതിപ്പോ രണ്ടാമത് അതിന്റെ റിപ്പീറ്റ് ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ബ്രത്ത് എടുക്കേണ്ടി വന്നില്ലേ? ബ്രത്ത് എടുക്കാൻ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതെടുക്കാതെ ഇത് കണക്ട് ചെയ്ത് പാടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം ഇപ്പം മനസ്സിലായല്ലോ. ബാക്കി അതർവൈസ് അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ഓക്കെ താങ്ക് യു ഷാനിക്ക. ശരത് സർ, മക്കളെ എന്തോ അസാധ്യ പാടടാ. താങ്ക് യു സർ. പിന്നെ മോനെ എനിക്കിപ്പോൾ ആലാപ്പിൻ്റെ കാര്യം അത് ഒരു കൃത്യത വരാം കേട്ടോ അതിന്. കാര്യം ആ ഒരു ഫീലുണ്ടല്ലോ അല്ലാത്ത. മോനെ ഈ അഴകിൻ്റെ തൂവൽ അതൊന്ന് പാടാമോ? തനി നേരിരേര് അരികിൽ വരും അഴകിൻ്റെ മോനെ തൂവലാണു തൂവല അങ്ങനെ ആക്കണ്ടാടാ. തൂവലാണു നീ അഴകിൻ്റെ തൂവലാണു നീ. ആ കുറച്ച് നമ്മൾ അത് മാറിപ്പോയാൽ അതിന് വേറൊരു വികാരം വരും. തൂവലാണു നീ ഒരു വെറ്റയൊക്കെ മുറുക്കി കേട്ടോ. അത് സംഗീതജ്ഞനാണ് പണ്ഡിതൻ. നമുക്ക് പാമരം മതി മക്കളെ, അത് ശ്രദ്ധിച്ചോളൂ. എനിക്ക് അതാണ് കുറച്ച് ഓടായിട്ട് നീ പറയുന്നത് തോന്നിയത്. പിന്നെ ഈ ലോ പോർഷൻ അത് കുറച്ചും കൂടെ, അത് മക്കളെ കുഞ്ഞല്ലേ, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. അതൊക്കെ ഇപ്പോൾ ഹരിയും ഷാനും ഒക്കെ മാറി മാറി പാടിച്ചു. പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നുന്നത് ഇപ്പോൾ അങ്ങനല്ല, മാഞ്ഞുവോ അങ്ങനാണോ? മാഞ്ഞുവോ രണ്ടും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. മക്കളെ എന്തൊക്കെയായാലും നല്ല പാട്ടടാ. നീ അത് ന്യായമായിട്ട് തന്നെ നിന്റെ പ്രായത്തിന് വളരെ ന്യായമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മക്കൾ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ മെബു, എന്തോ മാർക്സ് വെക്കാം. ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ. 8.8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഞാൻ തരുന്നത് 8.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക.
ശരത് സർ. 8.6. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. നിന്നെ കൊണ്ട് പറ്റുന്നതല്ല അത്. ഭയങ്കര പാടാണ്, മെനക്കേടാണ്. സോ ടോട്ടൽ 26.1 മാർക്സ്. ഇത് ഭയങ്കര കഷ്ടാട്ടോ. It's sounding great, yaar. ഇനി നോക്കോ, ഓരോരുത്തർക്ക് ഓരോ മാർക്കായിരിക്കും. അതെ, തലോട് വിടാൻ നിന്നെ. സൂപ്പർ സ്റ്റാറിന്റെ വേദി സംഗീതം നിറഞ്ഞൊരു വേദിയാണല്ലോ. എന്തായാലും നമുക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ അടുത്ത് നമ്മുടെ സംഗീത ലോകത്തിന് ഏറ്റവും ഒരു തീരാ നഷ്ടമായ ഒരു വ്യക്തി നമ്മളെ വിട്ടുപോയി. തബല മാന്ത്രികൻ, നമ്മളുടെ സ്വന്തം സാക്കിർ ഹുസൈൻ സാറ്. വിരലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത്? അതിനുള്ള ഒന്നും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ ആഗ്രഹം, സ്വപ്നത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. കാര്യം അദ്ദേഹത്തിന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ ആ ഫിംഗേഴ്സ് ഒരു അത്ഭുതം. അത് മാത്രമല്ല കാണാനും എന്ത് ചന്താണ് അദ്ദേഹം. ഭയങ്കര ഐശ്വര്യമാണ്. അദ്ദേഹം ഒന്ന് വന്നിരുന്നാൽ മതി, വായിക്കണ്ട. തബല എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു വാദ്യത്തിന് വേൾഡ് ലെവൽ എടുത്തുകൊണ്ട് പോയ ഒരു വ്യക്തിയാണ് സാക്കിർ ഹുസൈൻ സാർ. പറയാതിരിക്കാൻ വയ്യ. പ്രണാംസ്. വേറെ ഒന്നുമില്ല. കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ് എൻ്റെ അനിയൻ. അവൻ അസാധ്യയുടെ തബല വായിക്കും. അവൻ ഇദ്ദേഹത്തിന്റെ കാസറ്റ് ഇട്ടിട്ടാണ് അതിന്റെ കൂടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇദ്ദേഹം പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായി. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മനുഷ്യൻ അത്രയേ ഉള്ളൂ സാക്കിർ ഹുസൈൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം അത് പറയാൻ വയ്യ. അദ്ദേഹം നമ്മളിൽ സ്വാധീനിച്ചിട്ടുള്ള, നമുക്ക് ചിലരൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ കൂടെ നടക്കുമ്പോൾ അറിയത്തില്ല, പക്ഷേ ഇല്ലാതാവുമ്പോഴാണ് ആ ഒരു വാക്വം. വല്ലാണ്ട് ഇതിന് പകരം ആരെന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം. കാര്യം കാണാനും സുന്ദരൻ, അതുപോലെ ആ ഫിംഗേഴ്സ് നമ്മളിങ്ങനെ കാണാൻ പറ്റത്തില്ല അദ്ദേഹം വായിക്കുമ്പോഴേ. പറഞ്ഞില്ല, പറയാനില്ല. നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഏറ്റവും കൂടുതൽ സാറിനെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഉള്ള നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ തബല മാന്ത്രികന്മാർ ഇവിടെ ഉണ്ട്. നമ്മുടെ പാച്ചേട്ടനും ശ്രീത്തേട്ടനൊക്കെ. പാച്ചേട്ടാ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, വർഷങ്ങൾക്ക് മുന്നേ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഡൽഹിക്ക് പോകുന്നു, അദ്ദേഹം മുംബൈയിലേക്ക് പോകുന്ന വഴിക്ക് പുള്ളി അവിടെ വരുന്ന കുറച്ച് ബഹളം. അദ്ദേഹം വരുമ്പോ ഒരുപാട് ആൾക്കാർ പുറകെ പോകുമല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോ അദ്ദേഹം പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി. ആദ്യം കാല് തൊട്ട് തൊഴുതു, അനുഗ്രഹം വാങ്ങി ആദ്യം. പിന്നെ തബല ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ ഒരു മിനിറ്റോ 2 മിനിറ്റോ സംസാരിച്ചു. ഉടനെ തന്നെ അദ്ദേഹം ഫ്ലൈറ്റിന് ടൈമായി എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ കാണാൻ പറ്റി, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അത് വലിയ കാര്യം. പക്ഷേട്ടാ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി, സൂപ്പർ സ്റ്റാറിൽ ഒരു ട്രിബ്യൂട്ട് വേണം സാക്കിർ ഹുസൈൻ സാറിന് വേണ്ടിയിട്ട്. ഒരു ചെറിയ സോളോ വായിക്കാം, വളരെ കുറച്ച്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു പ്രണാമമായിട്ട് ഇത് കൊടുക്കാൻ ശ്രമിക്കുവാണ്. അത്രേ ഉള്ളൂ.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. അപ്പൊ അടുത്തതായിട്ട് ഒരു ഡിവോഷണൽ സോങ് വിളിക്കട്ടെ ഞാൻ. വിളിക്ക്. ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ എത്തുന്നു നമ്മളുടെ സ്വന്തം അനുഷ്ക കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അനുഷ്ക. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗവർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും
ചോദിച്ചു നോക്കാം നമുക്ക് ജഡ്ജസിനോട്. ശരത് സർ. ഹായ് മോളെ. ഹായ് സാർ. കാണാൻ എന്ത് ചന്താ ചക്കരെ, എന്ത് രസാ മുത്തിനെ കാണാൻ. താങ്ക് യു. മോൾ തൊണ്ടയടപ്പുണ്ടായിരുന്നു. ആ ചുമയുണ്ട്. ആഹാ, ചുമ വെച്ചിട്ടൊക്കെ ഇത്രയെങ്കിലും പാടിയില്ലേ? അതോ മോളെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ശ്രുതിയാണടാ. കാരണം നമ്മളങ്ങോട്ട് സൗപർണികാമൃത എന്നങ്ങോട്ട് പിടിക്കാം. എടേ എന്തിനാടേ അങ്ങനെ എനിക്ക് ആപ്പ് വെക്കുന്നത്? ചേർന്നതുമില്ല. അത് ചേർന്നതുമില്ല. അപ്പൊ മോളെ പ്രധാനമായിട്ട് ഇപ്പൊ അവിടെ ഒരു അങ്ങേ അറ്റത്തൊരു അങ്കിൾ ഇരിക്കുന്നില്ലേ? ആരാ പേരെന്താ? ഷീനാങ്കിള്. അവന്റെ വിരൽ പിടിക്കുമ്പോ അതിനോട് നമ്മൾ അങ്ങോട്ട് ചേരണം. ഇല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ പോയി എന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും. അങ്ങനെ ഒരു മനുഷ്യനാ. അതുകൊണ്ട് അതിന്റെ കൂടെ നമുക്ക് ആ ഓപ്പണിംഗ് ഒന്ന് പാടിയാലോ? ഐശ്വർ പറ്റുമോ മോക്ക്? കുഴപ്പമില്ല. ഷിനു കുഞ്ഞിന് ചേരുന്ന ഒരു ടോൺ ഇട്ട് വിടറ. തമ്പുരു തന്നെ ഇട്ട് തന്നെ. നീ ആര് നാരദനോ? റെഡി? നീ ആര് നാരദനോന്നൊക്കെ. റെഡി? സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ ഒരു വിധം കുഴപ്പമില്ല. കുഞ്ഞിനിപ്പം വയ്യാന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. മോളെ അത് മൂകാംബിക എന്ന് കേൾക്കുന്നില്ല, മോകാംബിക എന്നാ കേൾക്കുന്നത്. എല്ലാരും എഴുതി വെച്ചിട്ടുണ്ട്. മൂകാംബിക ആടാ നമ്മുടെ പാട്ടുകാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ അമ്മയുടെ അനുഗ്രഹമാണ് മൂകാംബിക. പിന്നെ മോന്നാ കേൾക്കുന്നത് മോളെ. അത് തന്നെ. അപ്പൊ അത് പ്രധാനമായിട്ട്. പിന്നെ മോളെ ഈ പ്രാർത്ഥനാ തീർത്ഥമാടും അതൊന്ന് പാടാമോ? പ്രാർത്ഥന തീർത്ഥമാടും. മാവല്ലാണ്ട് തീർത്ഥമാടും. തീർത്ഥമാടും. മോടും അങ്ങനെ വേണ്ട മോളെ. തീർത്ഥമാടും. 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 ഓക്കെ. എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ. പിന്നെ മോളെ അതിന്റെ ആ ആഡ്ലിപ്പ് ഒന്നും വരുന്നില്ല ഇടയ്ക്ക്. അത് കുറേയും കൂടെ ക്ലാരിറ്റി ആവാം മക്കളെ കേട്ടോ. അത് മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. മോക്ക് വയ്യാത്തത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇവിടെ വന്ന് തൊണ്ട വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് നമുക്ക് മാർക്ക് അതിന് പാടുന്നതിനല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അത് നോക്കിക്കോളൂ കേട്ടോ മുത്തേ. ഏതൊക്കെയാലും യു ആർ ലുക്കിംഗ് സ്റ്റണ്ണിങ്. താങ്ക് യു ശരത് സർ. ഹരിചേട്ടാ. അനുഷ്ക, എനിക്ക് മെയിനായിട്ട് അതിന്റെ തുടക്കം സൗപർണിക, അത് മോള് അത് ഭയങ്കര വലിച്ചു നീട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഋതമുണ്ട്. സൗപർണികാമൃത. അത് നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നരുത്. മോളെങ്ങനെയായിരുന്നു പാടുന്നത്? വീചികൾ, അതിനും ഒരു ഋതം വേണം. വീചികൾ പാടും. ആ വീചികളും ബ്രേക്കായി. അവിടെ അന്ന് എന്തോ സംതിങ്. അപ്പൊ മൊത്തത്തിൽ അതെനിക്ക് ആ ഒരു തുടക്കം തന്നെ ഒരു അങ്ങനെ ഫീൽ ചെയ്തു. അതിലും ദാസാറൊക്കെ പാടിയിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കേൾക്കണം. താളത്തിലല്ലെങ്കിലും അത് പറയുന്ന അല്ലെങ്കിൽ പാടുന്നൊരു ഭയങ്കര ഭംഗിയായിട്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഓരോന്നും. ജഗദംബികേ മൂകാംബികേ. അപ്പം ക്ലീൻ ഇൻട്രോ. പിന്നെയാണത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം അത് തന്നെ എനിക്കവിടെ സസ്റ്റെയിൻസ് ഒരുപാട് വന്നു. അതുപോലെ ശ്രുതി ഭയങ്കരമായിട്ട് അത് നോക്കുന്ന വയ്യാത്തതിൻ്റെ ഓവറോൾ ത്രൂ ഔട്ട് ദ സോങ് ശ്രുതി ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് യുവർ ഡേ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലല്ലാത്തതാണ് ഈ അസുഖം വരുന്നതെന്നൊക്കെ പറഞ്ഞത്. എന്നാലും കെയർഫുൾ ആയിരിക്കണം അല്ലേ? അപ്പോൾ അടുത്ത റൗണ്ടിൽ ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക. അനുഷ്ക, എന്ത് വേണ്ട രീതിയിൽ ഇവർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അനുഷ്ക പാടുമ്പോൾ ഇത്രയും വരയിട്ട് വെച്ചേക്കണേ. അത് കാരണം ബേസിക്കലി കൺട്രോൾ ഇല്ലായിരുന്നു വോയിസിൽ. അതിങ്ങനെ സാധാരണ അനുഷ്ക വരുമ്പോൾ ഇങ്ങനെ അല്ല പാടാന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ ആ ഒരു കൺട്രോൾ ഇല്ലായ്മയാണ് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് സ്ഥലങ്ങളിൽ ഷാർപ്പാവുന്നു, ഫ്ലാറ്റ് ആവുന്നു. അതാണ്, കൺട്രോൾ ഇല്ലായിരുന്നു. അത് നാച്ചുറലി നമ്മുടെ തൊണ്ട വയ്യാത്ത സമയത്തല്ല ഇങ്ങനെ ചുമയുണ്ടാകുമ്പോൾ. കാരണം എനിക്ക് അടുത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ സംസാരിക്കുമ്പം വരെ വെള്ളി വീഴുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. കേട്ടാ, മാർക്സ് വെക്കാം. ശരത് സർ, മാർക്സ് പ്ലീസ്. മക്കളെ, ഇപ്രാവശ്യം കുഞ്ഞിന് ഞാൻ തരുന്ന മാർക്ക് 7.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അനുഷ്ക 7.3. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ 7.4. താങ്ക് യു സർ. സോ ടോട്ടൽ 22.3 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് അടുത്തവണ വിളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.